ഞാൻ ഐഷ ഹിബ ഫ്രം മൈൻഡ്സ് മെൻറ്ററിങ്. ഓരോരുത്തരുടെ ലൈഫിലും ഡിസപ്പോയിൻമെൻറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്കുണ്ടാവുന്ന എക്സ്പെക്റ്റേഷൻസ് കാരണം തന്നെയാണ്. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും വളരെയധികം എക്സ്പെക്റ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ട് നമ്മൾ കരുതിയ രീതിയിലല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വളരെയധികം സങ്കടം തോന്നാം. വളരെ നന്നായി പഠിച്ച് എക്സാം എഴുതി നല്ല മാർക്ക് അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടുമെന്ന് കരുതിയ കുട്ടിക്ക് എക്സാം എഴുതി കഴിഞ്ഞ് റിസൾട്ട് വന്ന സമയത്ത് വിചാരിച്ച മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന ആ ഒരു സങ്കടം, അത് തന്നെയാണ് ഞാൻ പറഞ്ഞ ഈ ഡിസപ്പോയിൻമെൻറ്റ്. അത് നമ്മൾ ചെയ്യുന്ന എക്സാമിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ ഒരാളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുകയാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്തിന് നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും നമുക്ക് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരോട് നമുക്ക് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. ആ ആൾ ഈ തരത്തിലാവണം, ആ തരത്തിലാവണം, അങ്ങനെയാവണം എന്നൊക്കെ ചിന്തിക്കുന്നതാണ് ഞാൻ പറയുന്ന ഈ എക്സ്പെക്റ്റേഷൻസ്. ഈ എക്സ്പെക്റ്റേഷൻസ് നിങ്ങൾ എന്നും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുന്നു, അപ്പം തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഹാപ്പിനെസ് കടന്നു വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് ഒഴിവാക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ആവശ്യമില്ലാത്ത ഫ്രസ്ട്രേഷനും സ്ട്രെസ്സും എല്ലാം ഒഴിവായിപ്പോയി സെൽഫ് കോൺഫിഡൻസും സെൽഫ് ലവും ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കയറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ തന്നെ സാധിക്കും. അപ്പം ഒഴിവാക്കേണ്ട 7 കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോണേ. ഒരിക്കലും ഈ 7 കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഇക്കാര്യങ്ങൾ നിങ്ങൾ അവരിൽ നിന്നും ആഗ്രഹിക്കാതിരുന്നാൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും എഗ്രി ചെയ്യണമെന്നുള്ള ആ ഒരു തോട്ട് അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് മാത്രമേ ചിലപ്പോൾ ശരിയായിട്ട് ഫീൽ ചെയ്യണം എന്നുള്ളൂ. നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ ചിലപ്പോൾ ചിന്തിക്കാൻ പോലും സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നതെല്ലാം ശരിയാണെന്ന് അംഗീകരിക്കണം എന്ന് പറയുന്നതിലൂടെ വല്ലാത്ത രീതിയിൽ അത് ബാഡായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമായേക്കാം. നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ, ചില കുട്ടികളോ അല്ലെ ചില ആളുകളോ ഭയങ്കര പിടിവാശിക്കാരായിരിക്കും. അവർ ചെയ്യുന്നതാണ് ശരി, അവർ പറയുന്നതാണ് ശരി എന്നുള്ളൊരു സംസാരം വരുന്ന സമയത്ത് നമുക്ക് എന്താ ഫീൽ ചെയ്യാറ്? നമുക്ക് അവരോട് തന്നെ ഒരു ഇഷ്ടമില്ലായ്മ വരുന്നത് കാണാൻ വേണ്ടി സാധിക്കും. കാരണം എന്താണ്? അവര് ശരിയെന്ന് കരുതുന്ന കാര്യം ചിലപ്പോൾ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ശരിയാവണമെന്നില്ല. അതുപോലെ തന്നെയാണ് മറ്റൊരാൾക്ക് നമ്മളെക്കുറിച്ചും ഫീൽ ചെയ്യുന്നുണ്ടാവുക. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് എല്ലാവർക്കും ശരിയായിരിക്കണം എന്നില്ല എന്ന് തിരിച്ചറിയുക. രണ്ടാമത്തെ കാര്യം, മറ്റുള്ളവർ നിങ്ങളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നതിലേറെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുക അല്ലെ എക്സ്പെക്റ്റ് ചെയ്യുക. ഇതിൽ നിങ്ങൾ ആദ്യം തിരിച്ചറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ എത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യുന്നോ അങ്ങനെ മാത്രമേ നിങ്ങളെ ചുറ്റുമുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുള്ളൂ. ഒരു കുട്ടി സ്റ്റേജിൽ കയറി പാട്ട് പാടാൻ പറയുന്ന സമയത്ത് ഞാൻ പാടാമെന്ന് പറയുന്ന കുട്ടിയാണോ, എനിക്ക് പാടാൻ അറിയില്ല എന്ന് പറയുന്ന കുട്ടിയാണോ നമുക്ക് കുറച്ചുകൂടി അവൾക്ക് പാടാൻ അറിയാൻ പറ്റും, അല്ലെങ്കിൽ അവൾക്ക് പാടാൻ അറിയാമെന്ന് നമ്മൾ കരുതുക? തീർച്ചയായിട്ടും ഞാൻ പാടാമെന്ന് പറഞ്ഞ ആ കുട്ടിയോട് തന്നെ ആയിരിക്കും. കാരണം അവൾ അത്രമേൽ അവളുടെ കാര്യത്തിൽ കോൺഫിഡൻ്റ് ആണ്. ചിലപ്പം എനിക്ക് പാടാൻ അറിയില്ല എന്ന് പറഞ്ഞ കുട്ടിക്ക് അതിലേറെ പാടാൻ അറിഞ്ഞേക്കാം, പക്ഷെ നമുക്ക് തന്നെ അവരോടൊരു കോൺഫിഡൻസ് തോന്നാതിരിക്കുന്നുണ്ടാവും. കാരണം അത് തന്നെയാണ്, നമ്മൾ എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നോ, നമ്മൾ എത്രത്തോളം നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നോ അത്ര മാത്രമേ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുള്ളൂ, നമ്മളെ ചോയ്സിനെ റെസ്പെക്റ്റ് ചെയ്യുള്ളൂ. സോ നമ്മുടെ ലൈഫിൽ ഒരിക്കലും മറ്റുള്ളവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നതിലേറെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. കാരണം എല്ലായിടത്തും ഉണ്ടാകും നെഗറ്റീവായിട്ടുള്ള ആളുകൾ. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ല കാര്യങ്ങളായിരിക്കാം, നിങ്ങൾ അവർക്ക് വേണ്ടി വളരെ സഹായം ചെയ്യുന്നുണ്ടാവാം, എല്ലാവരോടും കൈൻഡായിട്ട് പെരുമാറുന്നുണ്ടാവാം, എല്ലാം ഉണ്ടാകാം. എന്നാലും ആളുകൾക്ക് നിങ്ങളോടൊരു ഇഷ്ടം തോന്നുന്നില്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നൊക്കെ ഉണ്ടോ? നിങ്ങൾ അവിടെ നിൽക്കേണ്ട ആളല്ല എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. പക്ഷെ അതൊരിക്കലും നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല. എല്ലാവരും നിങ്ങളെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് നിങ്ങളുടെ തെറ്റ്. കാരണം നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയായാലും അവിടെ ഒരാളുണ്ടാവും നമ്മളെ ഇഷ്ടമില്ലാത്ത ഒരാൾ. നമ്മൾ എവിടേക്കെങ്കിലും പോകാൻ വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു 8 ആളെ കണ്ട് 7 ആളും നമ്മളോട് ചിരിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ ഒരാൾ ചിരിക്കാത്തതിൻ്റെ പേരിൽ നിങ്ങളുടെ ലൈഫ് മൊത്തം നിങ്ങളുടെ ലൈഫിൽ ആ ദിവസം മൊത്തം സ്പോയിലായി പോകുന്നുണ്ടാവും. എന്തുകൊണ്ടാണ്? നമ്മൾ ആ നെഗറ്റീവായിട്ടുള്ള ആളെ മാത്രം ഉള്ളിൽ കെടുത്തിട്ടാണ്.
അതുകൊണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടാത്തവരെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഹാപ്പി ആയിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത പാത്തിലൂടെ മുന്നോട്ട് പോവുക. ഒരിക്കലും എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. നാലാമത്തെ കാര്യം, നിങ്ങൾ എങ്ങനെയാണോ അയാളെക്കുറിച്ച് ചിന്തിച്ച് വെച്ചിട്ടുള്ളത് അല്ലെ കരുതി വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ആ ആളെന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. കാരണം ഒരിക്കലും പുറമെ കാണുന്ന ആളാവണം എന്നില്ല നമുക്ക് ഉള്ളിൽ അടുത്തറിയുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ടാവുക. ഒരു കോട്ട് തന്നെ ഉണ്ടല്ലോ, ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന്. ഒരിക്കലും പുറമോടി കണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ജഡ്ജ് ചെയ്യാൻ പാടില്ല. നമ്മൾ എത്രത്തോളം അതുമായിട്ട് അടുത്തറിയുന്നോ അല്ലെങ്കിൽ എത്രത്തോളം ആ ഒരാളെ മനസ്സിലാക്കുന്നു ആ ഒരു സമയത്ത് മാത്രമേ അവരെത്രത്തോളം പെർഫെക്റ്റ് ആണ്, എത്ര നല്ല ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ കുറച്ച് അടുത്ത് കഴിയുമ്പോഴേ അവരിലുണ്ടാവുന്ന മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാവുകയില്ല. ഒരിക്കലും നിങ്ങൾ അവരെക്കുറിച്ച് എന്താണോ കരുതി വെച്ചിട്ടുള്ളത് അത് തന്നെയാണ് ആളെന്ന് വിശ്വസിക്കാതിരിക്കാം. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കേസ് തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ട സമയത്ത് ഞാൻ ആദ്യം കരുതിയത് ഇവൾ എന്ത് ജാടയാണ് എന്നാണ്. ഞാൻ ഒരിക്കലും അവളായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോവില്ല എന്ന് കരുതിയ ഒരാളാണ് ഞാൻ. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അവളായിട്ട് കുറച്ചുകൂടി അടുത്ത സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കരുതിയ ഒരാളല്ല അവളാണ് ഏറ്റവും നല്ലൊരു ഫ്രണ്ട് എനിക്ക് ലഭിക്കാവുന്നത് എന്നുള്ള തരത്തിലേക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? ഞാൻ അവളെ കുറച്ചുകൂടി അടുത്തറിഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അവരെ കാണുന്നത് വെച്ചിട്ടോ അല്ലെ നമ്മൾ അവരെക്കുറിച്ച് ഒരു കാര്യം കരുതി വെച്ചിട്ടുണ്ട് എന്ന് വെച്ച് ഒരിക്കലും അവർ അത് തന്നെ ആവണമെന്ന് വാശി പിടിക്കാൻ പാടില്ല. ഇനി അഞ്ചാമത്തെ കാര്യം നോക്കാം. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് അവർ മനസ്സിലാക്കണമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് ഒഴിവാക്കുക. കാരണം ഒരാൾക്കും മനസ്സ് വായിക്കാനുള്ള കഴിവ് ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങൾ വേർഡ്സിലൂടെ വാക്കുകളിലൂടെ അവരോട് പറഞ്ഞാൽ മാത്രമേ അവർ തിരിച്ചറിയാൻ പോകുന്നുള്ളൂ. അത് ഏത് തരത്തിലുള്ള റിലേഷൻ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ഈവൻ ബോസ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, നമ്മളൊരു കാര്യം മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മാത്രമേ അവർക്കത് മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ബോസിനെ തന്നെ എടുത്ത് നോക്കുക. നിങ്ങൾക്കൊരു പ്രൊമോഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോസിനോട് എനിക്ക് പ്രൊമോഷൻ ആഗ്രഹമുണ്ട് എന്ന് പറയാതെ ഒരിക്കലും നിങ്ങളുടെ ബോസ് നിങ്ങൾക്ക് പ്രൊമോഷൻ വേണമെന്ന് കരുതില്ല. അതുപോലെ തന്നെ ഒരാളോട് നിങ്ങൾക്ക് ഇഷ്ടം തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടമാണെന്ന് ആ ആളോട് പറയാത്തിടത്തോളം നിങ്ങളുടെ ഇഷ്ടം നിങ്ങളിൽ തന്നെ ഒതുങ്ങിപ്പോകും. ഒരിക്കലും ആ ആൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത് ഇല്ലാതായി പോവുക മാത്രമേ ചെയ്യുള്ളൂ. സോ ഒരിക്കലും ആളുകൾ നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ നിങ്ങളെ തിരിച്ചറിയണം എന്നൊന്നും ചിന്തിക്കാതെ നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് വേർഡ്സിലൂടെ നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ അറിയിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ആറാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ആളുകൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക. കാരണം ഒരിക്കലും ആരും ചേഞ്ച് ആവില്ല, നിങ്ങൾക്ക് ആരെയും ചേഞ്ച് ആക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുക. നിങ്ങൾക്ക് ആകെ ആ ആളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അവരെങ്ങനെയാണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവരെങ്ങനെയാണോ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കാതെ അവരിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. കേൾക്കുമ്പോൾ കുറച്ച് ഹാർഷായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാകാം, പക്ഷേ ഇതാണ് ശരി. ഇത് ചെയ്യാനേ നിങ്ങളെ കൊണ്ട് സാധിക്കുള്ളൂ. നിങ്ങൾ എത്ര ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചാലും അവർ ചേഞ്ച് ആവാൻ പോകുന്നില്ല. എന്നാൽ നിങ്ങൾ അവരെങ്ങനെയാണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് അവരെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരിൽ ചേഞ്ച് വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ചിലപ്പോൾ അവരിലായിരിക്കില്ല ചേഞ്ച് വരുന്നത്. നിങ്ങൾ അവരെ എത്രത്തോളം ഇഷ്ടത്തോടെ കാണുന്നോ അതിലായിരിക്കും, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും മാറ്റം വരുന്നുണ്ടാവുക. നിങ്ങൾ ചേഞ്ച് ചെയ്യിക്കാൻ ശ്രമിച്ച് ചേഞ്ച് ആവുന്നതിലേറെ അവരെങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഏഴാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഒരിക്കലും നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും എപ്പോഴും ഓക്കെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക. കാരണം അവരും ഒരു മനുഷ്യരാണ്, നമ്മളെപ്പോലെ ഫീലിങ്സ് ഉള്ള ആളുകളാണ്. ചിലപ്പോൾ നിങ്ങൾ ഓക്കെ അല്ലാതിരിക്കുന്ന സമയത്ത് അവർ ഓക്കെ ആവാം, പക്ഷേ നിങ്ങൾ ഓക്കെ ആയിരിക്കുന്ന സമയത്ത് അവർ ഓക്കെ ആവണമെന്നില്ല. കാരണം നിങ്ങൾ കാണുന്ന ആളുകളുടെ സ്മൈലിനെല്ലാം പുറകിൽ നിങ്ങൾ അറിയാത്ത ഓരോ കഥകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ അവരും അവരുടെ ലൈഫ് ബാറ്റിൽസിൽ വളരെ കഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം. വളരെ പ്രശ്നങ്ങൾ താണ്ടി ദിവസവും വരുന്നവരോ അല്ലെ വളരെ
പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളോ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരിക്കലും എല്ലായ്പ്പോഴും എല്ലാവരും ഓക്കെ ആവണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക. ഞാൻ പറഞ്ഞ 7 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും പാടെ ഒഴിവാക്കി, ഈ എക്സ്പെക്റ്റേഷൻസ് ഒഴിവാക്കി നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റുമുള്ളവരെ അവരെങ്ങനെയാണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് തന്നെ വരുന്നതും സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. സക്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം ഹാപ്പി ആയിരിക്കുന്നു അതാണ് നിങ്ങളുടെ ലൈഫിലെ സക്സസ് എന്ന് തിരിച്ചറിയുക. എന്നിട്ട് നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫ് ഹാപ്പി ആയിട്ട് കൊണ്ടുപോവുക. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലോ അങ്ങനെ എന്തെങ്കിലും മാനസികമായി പ്രശ്നം നേരിടുന്നുണ്ട്, സഹായം വേണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞങ്ങളുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യുക. അതുപോലെ ഈ കണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ മറ്റ് കണ്ടന്റുകൾക്കായി ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക.